നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ ISL വമ്പൻ ടീമായ പഞ്ചാബ് എഫ്സിയും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഡുറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊരു സമനില വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ പഞ്ചാബ് എഫ്സി ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ഐമൻ ഒരു ഗോൾ നേടിക്കൊടുത്ത് മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചത്. ഡുറൻ കപ്പിൽ 2 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡുറൻ കപ്പിൽ 4 പോയിൻ്റാണ് നിലവിലുള്ളത്. വരും മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും പഞ്ചാബ് എഫ്സിനെ പോലുള്ളൊരു ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കുറച്ച് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ഇരു ടീമുകളും മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മോഹൻ ബഗാൻ്റെ സൂപ്പർ താരമായിരുന്നു ഡിമിട്രിസ് പെട്രാറ്റൂസ് എന്ന് പറയുന്ന താരം. എന്തായാലും ഈ താരം നിരവധി ഗോളുകളും നിരവധി അസിസ്റ്റും മോഹൻ ബഗാന് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ISLലേക്ക് ഏത് ടീമിലേക്ക് താരം പോകുമെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ പല ടീമുകളിലേക്കും താരം സൈൻ ചെയ്യാൻ പോകുന്നുവെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സത്യം ഇപ്പോൾ കെലനൗ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റാണ് കെലനൗ തന്നെ പുറത്തുവിട്ടതും കൊണ്ട് ഇത് വിശ്വസിക്കാൻ യോഗ്യമായ ന്യൂസ് തന്നെയാണ്. എന്തായാലും ഡിമിട്രി പെട്രാറ്റൂസ് എന്ന് പറയുന്ന വമ്പൻ വിദേശ താരം ഇനി മോഹൻ ബഗാനിൽ തന്നെ നിലനിൽക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. താരത്തിന് 2 കൊല്ലത്തെ കരാറും കൂടെ മോഹൻ ബഗാൻ നൽകിയിരിക്കുകയാണ്. താരത്തിൻ്റെ മികച്ച പ്രകടനം കണ്ടു തന്നെയായിരിക്കണം മോഹൻ ബഗാൻ താരത്തിനെ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. എന്തായാലും ആരാധകരെല്ലാം കരുതിയതുപോലെ തന്നെ ഇനി ഡിമിട്രിയുടെ മികച്ച പ്രകടനം വീണ്ടും മോഹൻ ബഗാനിൽ കാണാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക് യു.